ഞാണ് NHAനോട്. പക്ഷെ ആ സമയത്ത് അവർ ആ കൃത്യമായ സ്ഥലം മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർക്ക് ജീവന് ഭീഷണിയുള്ള രീതിയിലാണ്. ഒരു ദിവസം പോലും മര്യാദക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അബൂബക്കറും ഫാമിലിയും ജീവിക്കുന്നത്. ഉറങ്ങുന്നതിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അത് നിങ്ങളെ വീട്ടിൽ സംഭവിച്ചു? അത് നമ്മൾ വീട്ടിൽ സംഭവിച്ചു. ശബ്ദം കേട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ലോറിണ്ട് വീട്ടുമുറ്റത്ത് കിടക്കണം. അപ്പോൾ അതിന് ആള് പുറത്തിറങ്ങി ഞങ്ങളിവിടെ കുടുങ്ങിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നമ്മൾ നിരന്തരം ലോറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിർമ്മാണത്തിന്റെ അപാകതയാണ്. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാലച്ചർമാട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപകടം തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും അവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം 3 വാഹനങ്ങളാണ് അവിടെ മറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 2 മണിക്കും ഒരു 5 മണിൻ്റെ ഉള്ളിലും 2 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ടോട്ടൽ 4 വാഹനങ്ങളാണ് ഇപ്പോൾ മമ്മാരിപ്പടി കൂട്ടാതെ നമ്മുടെ പാലച്ചർമാട് വളവിൽ മാത്രം 4 വാഹനങ്ങൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ മറിഞ്ഞത്. ഇവിടെ ഇപ്പോൾ മിനിഞ്ഞാന്നൊരു ലോറി മറിഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങളാണിത്. നമ്മുടെ വീടിനൊക്കെ ഭയങ്കരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ കയറ്റിപ്പോയി. അതിനുശേഷം ഇന്നലെ ഒരു ലോറി മറിഞ്ഞു. അവിടെ ഉള്ളിലോടുള്ളൊരു വീട് ഇന്നലെ മറിഞ്ഞു. അതിനുശേഷം ഇന്ന് പുലർച്ചെ ഒരു 2:30 ആയപ്പോൾ ഒരു കണ്ടെയ്നറും പിന്നെ ഒരു 5:45 സമയമായപ്പോഴാണ് അടുത്ത ലോറി വന്ന് മരണത്. ഇവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വളരെ വലിയ വളവായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് താമസിക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. ഉമ്മയും പെങ്ങളൊക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് തുടർച്ചയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് അതായത് 2:30 മറിഞ്ഞ ശേഷം പിന്നെ ഒരു 5:45 അടുത്ത വണ്ടി വന്ന് മറിയാണ്. ആൾക്കാരെ ലോറിക്കാരെ ഇവിടെ എത്തുമ്പോഴാണ് ഇവിടെ വളവുള്ളത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വന്ന് മരണതാണ്. ഉമ്മയും പെങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് 2 മറിഞ്ഞ സമയത്ത് നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉണർന്നത്. നമ്മളത് ഇവിടെ വീണപ്പോൾ എന്തെങ്കിലും അന്ന് ഞാൻ ചോദിക്കാം. നിങ്ങൾ അന്ന് അത്രയും ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ ഉറങ്ങുന്നതിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അത് നിങ്ങളെ വീട്ടിൽ സംഭവിച്ചു? അത് നമ്മൾ വീട്ടിൽ സംഭവിച്ചു. ശബ്ദം കേട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ലോറിണ്ട് വീട്ടുമുറ്റത്ത് കിടക്കണം. അപ്പോൾ അതിന് ആള് പുറത്തിറങ്ങി ഞങ്ങളിവിടെ കുടുങ്ങിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നമ്മൾ ശ്രമിച്ചത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളെ ഹൈവേക്ക് ഇത് വീട് മുഴുവനായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതാണ്. പക്ഷേ അവർ നമ്മൾ താമസയോഗ്യമാണെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒന്നുകൂടി കളക്ടറെ കീഴിൽ ഒന്ന് കൊടുക്കണം. നമുക്ക് ഒരു ലോറി വന്ന് ബാരിക്കേഡിൽ ഇടിച്ചിട്ട് ബാരിക്കേഡ് തെറിച്ചിട്ടാണ് പാലത്തിന്റെ കീഴിൽ പോയത്. ആ ബാരിക്കേഡിൽ ഇടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ വീടിനേക്കാർ ഇടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം, കല്യാണം നമ്മുടെ അടുത്ത് നമുക്ക് 1 മാസത്തിനുള്ളിൽ നമ്മൾ ജ്യേഷ്ഠന്റെ കല്യാണം വരികയാണ്. അപ്പൊ നമ്മൾ അതിന്റെ വർക്കിലായിരുന്നു. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതായിരുന്നു. അതിനിടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. ഏതായാലും ഓക്കെ, നമുക്ക് വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കാം. ഇതിന് എന്തായാലും ഒരു പരിഹാരം കാണണം. ചെറുമാട് വളവിൽ നിരന്തരമായി 2 ദിവസത്തിനുള്ളിൽ 4 ലോറികളാണ് മറിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് ഈ ഹൈവേയുടെ സർവീസ് റോഡിലുള്ള അശാസ്ത്രീയത. 2 ഇപ്പോൾ ഒരു ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തിലെ പാറയിൽ അബൂബക്കർ എന്ന ആളുടെ വീട്. ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി മക്കൾ ഉറങ്ങുന്ന വീടിൻ്റെ റൂമിൻ്റെ അടുത്തേക്കാണ് ലോറി മറിഞ്ഞത്. എന്തോ ഒരു ഭാഗ്യത്തിലാണ് കുട്ടികൾക്ക് അപകടം പറ്റാതെ രക്ഷപ്പെട്ടത്. ഇനി അവർ ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഹൈവേക്ക് സ്ഥലമെടുക്കുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ വീടിൻ്റെ മൊത്തം ഏറ്റെടുക്കണമെന്ന് ഹൈവേനോട് പറഞ്ഞാണ് NHAനോട്. പക്ഷെ ആ സമയത്ത് അവർ ആ കൃത്യമായ സ്ഥലം മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർക്ക് ജീവന് ഭീഷണിയുള്ള രീതിയിലാണ്. ഒരു ദിവസം പോലും മര്യാദക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അബൂബക്കറും ഫാമിലിയും ജീവിക്കുന്നത്. അതിന് ഒരു ബദൽ മാർഗ്ഗം നിൽക്കണം. അവരുടെ മൊത്തം സ്ഥലം NHA ഏറ്റെടുക്കണമെന്നാണ് ഒന്ന് ഉന്നയിക്കാനുള്ളത്. രണ്ടാമത് പഴയ ഹൈവേ അത് സർവീസ് റോഡിൻ്റെ അപ്പുറത്ത് അതും കൂടി ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇന്ന് PDയോട് ബന്ധപ്പെട്ടപ്പോൾ PD പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കോട്ടക്കൽ ബൈപ്പാസ്, നമ്മുടെ മേൽപ്പാലം ബൈപ്പാസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈപ്പാസ് ഓപ്പൺ ചെയ്താൽ പോലും നമുക്കിവിടെ സർവീസ് റോഡിൽ പോകുന്ന സ്കൂൾ ബസ്സുകളൊക്കെ ഇപ്പോൾ വരാൻ പോവുകയാണ്. നമ്മൾ ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കുമ്പോൾ വണ്ടികളുടെ എണ്ണം കൂടാൻ പോകുന്നു. ഇതൊക്കെ ലോറി ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് അപകടം ആളുക്കുള്ള മറ്റ് വണ്ടിയിലുള്ള ആളുകളുടെ അപകടം കുറവാണെങ്കിലും ബസ്സോ അതുപോലെ മറ്റോ എന്താണെന്നെങ്കിൽ ഇതിൽ കൂടുതലായിരിക്കും വരാൻ പോകുന്ന വിഷയം. അതിന് പരിഹാരം എന്നോണം ഒന്ന് ഇവിടുത്തെ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ പഴയ ഹൈവേ ഓപ്പൺ ചെയ്തുകൊണ്ട് തീർപ്പാക്കുക. അതുപോലെ തന്നെ ഈ പാറയിൽ അബൂബക്കറും ഫാമിലിയും കൊടുത്ത പരാതി അത് ഏറ്റെടുത്തുകൊണ്ട് NHA അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അതും കൂടി ഹൈവേക്ക് ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത്. അപകട പരമ്പരയാണ്. പാറയിൽ അബൂബക്കറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം മറിഞ്ഞ ലോറി, ഇപ്പോൾ ഇന്നലെ രാത്രി 2 എണ്ണം, അതിന് മുമ്പ് 1 എണ്ണം, ഇങ്ങനെ നിരന്തരം ലോറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിർമ്മാണത്തിൻ്റെ അപാകതയാണ് അതന്നെ പറയാനുള്ളത്. പാറയിൽ അബൂബക്കർ സാഹിബ് അന്ന് തന്നെ പറഞ്ഞതാണ് ഈ സ്ഥലം എടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീട് പരിപൂർണ്ണമായിട്ട് ഞാൻ തരാം എന്ന് അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞതാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുത്തതുമാണ്. അന്ന് സബ് കളക്ടർ നേരിട്ട് വന്നിട്ട്
അബൂബക്കർ സാഹിബ് എന്ന് പറയുന്നതാണ് ഈ വീട് എനിക്ക് വാസയോഗ്യമല്ല. കാരണം ഈ വീടിൻ്റെ മുകളിൽ കൂടെയാണ് ഹൈവേ പാസ് ചെയ്യണത്. മാത്രമല്ല വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പിന്നെ സർവീസോട്ട് പോകുന്നത്. രണ്ടും അബൂബക്കർ സാഹിബിന് അപകടമാണ്. മെയിൻ ഹൈവേ മേലെ കൂടി പോകുമ്പോൾ അതിൻ്റെ ഒരു 2 മീറ്റർ താഴെയാണ് അബൂബക്കർ സാഹിബിൻ്റെ വീട് സ്ഥിതി ചെയ്യണത്. മെയിൻ ഹൈവേ കൂടി പോകുന്ന വാഹനങ്ങൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അബൂബക്കർ സാഹിബിൻ്റെ വീട്ടിലേക്കാണ് ഈ വാഹനം പിന്നെ മറിഞ്ഞു വീഴുക. അങ്ങനെയൊക്കെ ഒരുപാട് അപകട ഭീഷണി ഇവിടെ ഉണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് അബൂബക്കർ സാഹിബ് അന്ന് പറഞ്ഞത് ഈ വീട് വാസയോഗ്യമല്ല എന്ന്. പക്ഷേ സബ് കളക്ടർ വന്ന് നേരിട്ട് ഇടപെടുകയും വീട് വാസയോഗ്യമാകുന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഹൈവേ അതുകൾക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സാഹിബിൻ്റെ വീടിൻ്റെ ഒരു ഭാഗികമായിട്ട് പൊളിച്ചുകൊണ്ടാണ് ഹൈവേക്ക് സ്ഥലമെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് അന്ന് അബൂബക്കർ പറഞ്ഞ അതേ സംഗതി ഈ വീട് തികച്ചും വാസയോഗ്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിരന്തര അപകടങ്ങളാണ്. ഇവിടെ പ്രസിഡന്റ് പറയുകയുണ്ടായി, ജൂണിൽ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബസ്സുകൾ അതിലധികം പോകാണ്ടാവുക. ബസ്സുകൾ പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികളുള്ള ഒരു ബസ്സിൽ പോകുമ്പോൾ ബസ് മറിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ മനസ്സിലാകാം. ഇപ്പോൾ അപകടം ആളുകൾക്ക് പരിക്ക് കുറവാണെങ്കിലും അങ്ങനെ ജനങ്ങൾ കൂടി വരുന്ന ബസ്സുകളൊക്കെ അപകടം ചെയ്യുമ്പോൾ വലിയ പരിക്കുകൾ വലിയ അപകട ഭീഷണി ഉണ്ട്. കണക്കാക്കുന്നത് ഉടനടി പരിഹാരം വേണമെന്ന് നമുക്കറിയാം. ഈയിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ അതിന് തക്കതായ പരിഹാരം NH അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇന്നിവിടെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളും ഉണ്ടായ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ആളപായം കുറവായിരുന്നു. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്നത് മരണസംഖ്യകൾ വരുന്ന രീതിയിലുള്ള അപകടങ്ങളായിരിക്കും. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് NH അധികാരികൾ പരിഹാരം കാണണം. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഇനി കാണേണ്ടി വരും. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു തക്കതായ പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കണ്ടുവരുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ. കാച്ചർമാട് വളവ് എന്ന് പറഞ്ഞാൽ ഒരു അപകട വളവായിട്ട് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഇന്നേ വരെ കണ്ടിട്ടില്ല. അധികൃതർ അതിനുള്ളൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെയധികം ആഗ്രഹങ്ങളുണ്ടായി. ഈ വീട്ടിലിപ്പോൾ താമസയോഗ്യം അനുയോജ്യമല്ല. കാരണം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 4 വണ്ടിയാണ് ഇപ്പോൾ മറിഞ്ഞത്. മാലിപ്പടിക്കത്തെ അങ്ങനത്തെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പെര പൊളിഞ്ഞിട്ടുണ്ടാവും. അത്രയും വെയിറ്റുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വീട് എപ്പോഴോ പൊളിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ താമസിക്കാൻ ഒരു യോഗ്യതയില്ല. ഇതിപ്പോൾ ഇന്നും വരെ പിന്നെ നമ്മുടെ മമ്മാലിപ്പാടി ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ സർവീസ് റോഡ് ഓപ്പൺ ആക്കിയതിനു ശേഷം തുടങ്ങിയതാണ്. ഡെയിലി രാത്രി നമ്മളെ പരിചയമില്ലാത്ത ലോറി വന്നിക്കാണ്ട് സർവീസ് റോഡിൻ്റെ അശാസ്ത്രീയമായ പണിയാണ് പ്രശ്നം. പെട്ടെന്ന് ഈ ഇറങ്ങി വന്നിക്കാണ്ട് ഇവിടെ തിരിയാണ്. ഈ തിരിനടിയിൽ ലോറി മറിയാണ്. ഇവിടെ എത്തുമ്പോഴാണ് അറിയണത്. ഇവിടെ സിഗ്നലില്ല, ഒന്നുമില്ല. ഒന്നുകിൽ പഴയ നമ്മളെ വളവിൻ്റെ അവിടെ ടാറിങ് പൂർത്തിയായിക്കാണ്ട് അത് ഓപ്പണായി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മമ്മാലിപ്പാടി അത് ഓപ്പണായി കൊടുക്കുക. ഒരു ദിവസം അത്രയും ലോറികളാണ് രാത്രി വരുന്നത്. അറിയാത്ത ലോറികൾ വന്നുകൊണ്ട് പെട്ടെന്ന് ഇവിടെ തിരിയ അതിൽ മറിയാണ് നമുക്ക്. ഭയങ്കര ഡേഞ്ചറാണ് ഈ റോഡ്. ബ്രേക്ക് അവർക്ക് ഇല്ലാന്നാ പോലും പറഞ്ഞത്. ഈ വണ്ടിക്കാരൊക്കെ മെല്ലെ വന്നിട്ടുള്ളൂ. വേറെ ഫാമിലികൾ നിർത്തിയിട്ടിരുന്നേ. ആ ഫാമിലികൾ പറയുകയാണ് ഈ വണ്ടിക്കാർ മെല്ലെ വന്നിട്ടുള്ളൂ. ഫാമിലികളാണ് ഇവിടെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. അവർ വണ്ടി നിർത്തിയിട്ടത് കൊണ്ട് അവർ പറയുകയാണ് ഈ വണ്ടി മെല്ലെ വന്നിട്ടുള്ളൂ, വണ്ടി സ്പീഡിലൊന്നുമില്ല, ഒരു ബ്രേക്ക് ചവിട്ടിക്ക് കിട്ടിയില്ല, അതാ അവർ പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഴയ റോഡിന് ഓപ്പൺ ആക്കിയ കഴിഞ്ഞ് ആക്സിഡൻ്റ് ആയത് ഇവിടെ ഇതിന് മേലൊരു അമ്പിട്ടാൽ മതി. ഇന്നത്ര ആക്സിഡൻ്റ് ഇത് ഇറക്കം തുടങ്ങുന്നതിന് മുമ്പല്ല, ഈ പകുതി ഇറങ്ങിയ ദിവസം കുറച്ച് മുമ്പിട്ട് കുറച്ച് സ്പീഡ് കുറയും. അപ്പോൾ അറിഞ്ഞില്ല. അപ്പോൾ സ്പീഡ് കുറച്ച് പറഞ്ഞാൽ അപ്പോൾ അത് കാണുന്നില്ല. രാത്രി തന്നെ നമ്മൾ കാണുക. ഇങ്ങനെ ഇപ്പോൾ എന്താണ് ഇന്നിപ്പോൾ തിരിച്ചു പോയാൽ ഉണ്ടായി കൂടെ ഇല്ല. അങ്ങനെ ഇവിടുത്തെ സംഗതി. ആയിക്കോട്ടെ. കിട്ടിയില്ല പക്ഷേ ഓടില്ലാതെ പോണേ.
ചെറുതായിട്ട് ഏതാ 2 വണ്ടി എടുക്കും.